നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 16 ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായി വൃദ്ധനെ അറസ്റ്റ് ചെയ്തു. തിരുരങ്ങാടി സ്വദേശി കാസിമാണ് പിടിയിലായത്. 500, 2000 രൂപ നോട്ടുകളുടെ കെട്ടുകളായാണ് പണം ഒളിപ്പിച്ചിരുന്നത്. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരും. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിങ്കളാഴ്ച മുതൽ 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരൂരിൽ 3 ദിവസമായി നടന്നുവന്ന സംസ്ഥാന യോഗ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. സംസ്ഥാന യോഗ ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ ജില്ല ഒന്നാമത്. കണ്ണൂർ, മലപ്പുറം ജില്ലകൾ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി. തിരുവങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ മലിനജലം കിണറ്റിലേക്ക് ഒഴുക്കിവിടുന്നതായി നാട്ടുകാരുടെ പരാതി. ഇതുമൂലം നാട്ടിലെ ശുദ്ധജല സ്രോതസ്സുകൾ മലിനമായി കുടിവെള്ളം മുടങ്ങുന്നതായും നാട്ടുകാർ. തിരുപ്പൂങ്ങോട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നുള്ള മാലിന്യം പുറന്തള്ളുന്നതായി പരാതി. ആശുപത്രി കോമ്പൗണ്ടിലെ വേസ്റ്റ് ടാങ്കിൽ നിന്നുള്ള മലിനജലം പരിസരത്തെ 10ഓളം കടകളിലേക്ക് ഒഴുകിയെത്തി. കേരളത്തിൽ ആശ്വാസത്തിന്റെ കോവിഡ് കണക്കുകൾ തുടരുന്നു. 10,691 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. 16 ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായി വൃദ്ധനെ അറസ്റ്റ് ചെയ്തു. തിരുരങ്ങാടി സ്വദേശി കാസിം എന്ന 67കാരനെയാണ് താനൂർ ഡിവൈഎസ്പി മൂസ വള്ളിക്കാടനും സംഘവും ചേർന്ന് വലയിലാക്കിയത്. 500, 2000 രൂപ നോട്ടുകളുടെ കെട്ടുകളായാണ് പണം ഒളിപ്പിച്ചിരുന്നത്. 16 ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായി ഒരാളെ താനൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി. തിരുവരങ്ങാടി കൊട്ടുവലക്കാട് സ്വദേശി കാസിമിനെയാണ് താനൂരിൽ നിന്നും താനൂർ ഡിവൈഎസ്പി മൂസ വള്ളിക്കാടന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഫോൺ നമ്പറുകൾ ഇടക്കു മാറ്റിയും ഫോൺ ഓഫാക്കിയും വിദഗ്ധമായി നിരവധി തവണ പണം കോയമ്പത്തൂരിൽ നിന്നെത്തിച്ച് പല സ്ഥലങ്ങളിലായി വിതരണം ചെയ്തു വന്നിരുന്നതായി പോലീസ് പറഞ്ഞു. തന്ത്രപൂർവ്വമാണ് കാസിമിനെ പോലീസ് സംഘം വലയിലാക്കിയത്. കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസിൽ ഇയാൾ കോയമ്പത്തൂരിൽ നിന്നും 16 ലക്ഷം രൂപ 500, 2000 രൂപയുടെ കെട്ടുകളായി ബെൽറ്റ് പോലെ അരയിൽ കെട്ടിയും ദേഹത്തൊളിപ്പിച്ചുമാണ് പണം കടത്തിയത്. കോയമ്പത്തൂരിൽ നിന്നും താനൂർ എത്തിച്ചു വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കാനാണ് കാസിം പണം എത്തിച്ചിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. പ്രതി മുൻപും നിരവധി തവണ ഇത്തരത്തിൽ കുഴൽപ്പണം കടത്തിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസിന്റെ നിർദ്ദേശപ്രകാരം താനൂർ ഡിവൈഎസ്പി മൂസ വള്ളിക്കാടന്റെ നേതൃത്വത്തിൽ താനൂർ CI KJ ജിനേഷ്, SI മാരായ ശ്രീജിത്ത്, ഹരിദാസ് എന്നിവരും സലേഷ്, വിപിൻ, ജിനേഷ്, സുബൈർ, സാജൻ എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരും. 10 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച മുതൽ 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബുധനാഴ്ച വരെ തുടർച്ചയായ ദിവസങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഞായറാഴ്ച മാത്രം 10 ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിങ്കൾ മുതൽ ബുധൻ വരെ 3 ദിവസം തുടർച്ചയായി അതിതീവ്ര മഴയ്ക്ക് സാധ്യത കൽപ്പിച്ച് 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഞായറാഴ്ച യെല്ലോ അലർട്ടാണ്. തിങ്കൾ മുതൽ ബുധൻ വരെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ തിരുവനന്തപുരം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നതാണ് അതിശക്തമായ മഴ കൊണ്ട് കാലാവസ്ഥാ വകുപ്പ് ഉദ്ദേശിക്കുന്നത്. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിലുള്ളവരോട് ജാഗ്രത പാലിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. CPM തലക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിരാലംബരായ കിടപ്പ് രോഗികളുടെ പരിചരണത്തിനായി സഖാവ് ഉള്ളാട്ടിൽ സ്മാരക, ശ്രീധരൻ സ്മാരക പാലിയേറ്റീവ് പ്രവർത്തനത്തിന് സമാരംഭമായി. വീപ്പങ്ങാടി നടന്ന ചടങ്ങിൽ കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. നിരാലംബരായ കിടപ്പ് രോഗികളുടെ പരിചരണത്തിനായി CPM തലക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സഖാവ് ഉള്ളാട്ടിൽ ശ്രീധരൻ സ്മാരക പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 75ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മൾ ഇന്ത്യക്ക് ലഭിച്ച ആ സ്വാതന്ത്ര്യത്തെ ഒന്ന് വിലയിരുത്തുമ്പോൾ എവിടെയാണ്, ഏത് പാവപ്പെട്ടനാണ് അതിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ കൃത്യമായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലൊന്ന് കേരളമാണ്. അതിന് കാരണം അന്ന് ഈ സംസ്ഥാനത്തുണ്ടായിരുന്ന ഈ മലബാറും മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന കേരളത്തിന് അന്നുണ്ടായിരുന്ന ധീരരായ ഇത്തരം രക്തസാക്ഷികളായിരുന്നു, ഇത്തരം സമര സേനാനികളായിരുന്നു. അവരെ ഓർമ്മിക്കുന്ന ഒരവസരം കൂടിയായിട്ടാണ് നമ്മൾ ഈ പരിപാടിയെ കാണുന്നത്. P. മുഹമ്മദ് അലി അധ്യക്ഷനായിരുന്നു. പാലിയേറ്റീവിനായി ഉള്ളാട്ടിൽ കുടുംബം നൽകിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കുറുക്കോളി മൊയ്തീൻ MLA നിർവഹിച്ചു.
വാഹനത്തിന്റെ രേഖകൾ യു ഗോപിനാഥിൽ നിന്നും CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് ഏറ്റുവാങ്ങി. ഇമ്പിച്ചുവാവ ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശിവദാസൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ, പഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പ, വൈസ് പ്രസിഡന്റ് AK ബാബു, അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ, അഡ്വക്കേറ്റ് PP ലായിക്, അഡ്വക്കേറ്റ് V രാജേഷ്, അഡ്വക്കേറ്റ് K ഹംസ, CP ബാപ്പുട്ടി, പിമ്പറത്ത് ശ്രീനിവാസൻ, VK യൂസഫ്, T ഷാജി, യു ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടതു സർക്കാരിന് മരം കൊള്ളയ്ക്കെതിരെ വൃക്ഷത്തൈ നട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധം. തിരുവമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. DCC ജനറൽ സെക്രട്ടറി പന്തളി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. ഇടതു സർക്കാരിന്റെ മരം കൊള്ളയ്ക്കെതിരെയാണ് തിരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വൃക്ഷത്തൈ നട്ടു പ്രതിഷേധിച്ചത്. DCC ജനറൽ സെക്രട്ടറി പന്തളി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് യാസിർ പയ്യോളി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ രാമൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് രതീഷ് കൃഷ്ണ, A ഗോപാലകൃഷ്ണൻ, ഷറഫുദ്ദീൻ കണ്ടത്തിയിൽ, ബാബു കിഴക്കാത്ത് എന്നിവർ സംസാരിച്ചു. സർക്കാരിനെതിരെ വിമർശിച്ച ആരോപണങ്ങൾ ഒന്നൊന്നായിക്കൊണ്ട് തെളിയിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്നും മുഖ്യമന്ത്രിയായിക്കൊണ്ടിരിക്കുന്ന ശ്രീ പിണറായി വിജയനും അന്നത്തെ വനം വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നൌഷാദ് പരന്നേക്കാട്, CV വിമൽകുമാർ, അരുൺ ചെമ്പ്ര, അടിയാട്ടിൽ ബാബു, രാജേഷ് പരന്നേക്കാട്, നാസർ പൊരൂർ, ഷിഹാബ് തിരൂർ, വിജയകുമാർ, ഷമീർ ബാബു CV, ജയേഷ് EK, സൈനുദ്ദീൻ CK, കുമാരൻ, സിന്ധു മംഗലശ്ശേരി, നടരാജൻ, IP ബാലൻ, മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി. കുറ്റിപ്പുറത്ത് വാഹന പരിശോധനയ്ക്കിടെ കഞ്ചാവുമായി യുവാവ് പിടിയിലായി. തവനൂർ പുത്തൻപീടിയേക്കൽ ഷഹിൻ ഷമിഹാർ എന്ന 24-കാരനാണ് വാഹന പരിശോധനയ്ക്കിടെ കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലായത്. തൃശൂർ DIGയുടെ നിർദ്ദേശപ്രകാരം വെള്ളിയാഴ്ച രാത്രിയാണ് പരിശോധന നടത്തിയത്. SIമാരായ നിഖിൽ, വാസുണ്ണി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. തവനൂർ പുത്തൻപീടിയേക്കൽ ഷഹിൻ ഷമിഹർ എന്ന 24-കാരനാണ് വാഹന പരിശോധനയ്ക്കിടെ കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലായത്. ഇവരെ കൂടാതെ MDMA ഉപയോഗിക്കാനുള്ള ശ്രമത്തിനിടെ 2 യുവാക്കളെയും കുറ്റിപ്പുറം പോലീസ് വെള്ളിയാഴ്ച പിടികൂടി കേസെടുത്തിരുന്നു. യുവാക്കളിൽ മയക്കുമരുന്ന് ഉപയോഗം കൂടി വരുന്ന സാഹചര്യത്തിൽ അപകടകരമായും അമിത വേഗത്തിലും വാഹനമോടിക്കുന്ന യുവാക്കളെ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കി വാഹനം പിടിച്ചെടുത്ത് ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഉപയോഗിച്ച മാസ്കുകൾ അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കാൻ പൊതുജനങ്ങൾക്ക് സന്ദേശവുമായി ക്ലബ് കൂട്ടായ്മ. മച്ചിങ്ങപ്പാറ ബോൺഫയർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രവർത്തകരാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ചെറിയമണ്ഡം പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസിയ സുബൈർ ഉദ്ഘാടനം ചെയ്തു. ഉപയോഗിച്ച മാസ്കുകൾ അലക്ഷ്യമായി വലിച്ചെറിയരുതെന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായാണ് ബോധവത്കരണ സന്ദേശ പരിപാടി സംഘടിപ്പിച്ചത്. മച്ചിങ്ങപ്പാറ ബോൺഫയർ ആർട്സ് ആൻഡ് സ്പോർട്സ് വെൽഫെയർ ക്ലബ്ബ് പ്രവർത്തകരാണ് പൊതുസ്ഥലത്ത് മാസ്ക് നിക്ഷേപിക്കരുതെന്ന മുദ്രാവാക്യവുമായി മാസ്ക് ശേഖരണ പരിപാടി സംഘടിപ്പിച്ചത്. മച്ചിങ്ങപ്പാറ മുതൽ വൈലത്തൂർ വരെ പൊതുസ്ഥലത്ത് നിന്നും മാസ്കുകൾ മുഴുവനായും ശേഖരിച്ച് സംസ്കരിക്കുകയും ചെയ്തു. 1 കിലോമീറ്റർ ദൂരം മാത്രം മാസ്ക് ശേഖരിച്ചപ്പോൾ തന്നെ 1100-ൽ പരം ഉപയോഗിച്ച മാസ്കുകളാണ് ക്ലബ്ബ് ഭാരവാഹികൾ ശേഖരിച്ചത്. ചെറിയമണ്ഡം പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസിയ സുബൈർ ബോധവത്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മച്ചിങ്ങപ്പാറ ബോൺഫയർ ക്ലബിൻ്റെ ഒരു വെറൈറ്റി പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. കാരണം നമ്മുടെ ഒരു ക്ലബ്ബും നടത്താത്തൊരു പരിപാടിയാണിത്. നമ്മുടെ പഞ്ചായത്തിൽ ഓരോ വഴിയരികിലുള്ള മാസ്കുകൾ പെറുക്കി സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് അവർ ഇന്നിവിടെ ചെയ്യുന്നത്. ക്ലബ്ബ് കൂട്ടായ്മയുടെ പരിപാടി മാതൃകയാക്കാവുന്നതാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസിയ പറഞ്ഞു. മറ്റു ക്ലബ്ബുകളും ഇത്തരം മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരണമെന്നും അവർ കൂട്ടിച്ചേർത്തു. 2011 രൂപീകരിച്ച ബോൺഫയർ മച്ചിങ്ങപ്പാറ ഇക്കാലയളവിൽ ജനോപകാരപ്രദമായ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓരോ വാർഡ് തലത്തിലും മാസ്ക് പൊതുസ്ഥലത്ത് ഉപേക്ഷിക്കുന്നതിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവത്കരണ ക്ലാസ് സംഘടിപ്പിക്കണമെന്ന് അധ്യക്ഷത വഹിച്ച ക്ലബ്ബ് സെക്രട്ടറി മുർഷിദ് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടു. ഡോണ്ട് റിമൂവ് യുവർ മാസ്ക് ഇൻ പബ്ലിക് പ്ലേസ് എന്ന ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ബോൺഫയർ മച്ചിങ്ങപ്പാറ നടത്തുന്ന ഒരു പരിപാടിയാണിത്. നമ്മൾ യൂസ് ചെയ്യുന്ന മാസ്കുകൾ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിച്ച് അതിൻ്റെ ദൂഷ്യഫലങ്ങളെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്ത് ഓരോ വാർഡ് തലത്തിലും മാസ്ക് പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിക്കുന്നതിൻ്റെ ദൂഷ്യഫലങ്ങളെ പറ്റിയുള്ളൊരു ക്ലാസുകൾ നടത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വസീം, മനു, ഉവൈസ്, ഉണ്ണിമോൻ, സംഷാദ്, അമീർ, ജിതുൻ, ഇസ്മായിൽ, സുഹൈർ, അൻവർ, മറ്റു ക്ലബ്ബ് അംഗങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു. ഒരു ഇടവേള.
വാർത്തകൾ തുടരുന്നു. തിരൂരിൽ 3 ദിവസങ്ങളായി നടന്നു വന്ന സംസ്ഥാന യോഗ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. സംസ്ഥാന യോഗ ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ ജില്ല ഒന്നാമത്, കണ്ണൂർ, മലപ്പുറം ജില്ലകൾ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. കുറുക്കോളി മൊയ്തീൻ MLA സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 6ാമത് സംസ്ഥാന യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് തിരൂരിൽ സമാപനമായി. 118 പോയിന്റ് നേടി തൃശൂർ ജില്ല 1ാം സ്ഥാനവും 55 പോയിന്റ് നേടി കണ്ണൂർ ജില്ല 2ാം സ്ഥാനവും 44 പോയിന്റ് നേടി മലപ്പുറം ജില്ല 3ാം സ്ഥാനവും നേടി. വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് MS ഗ്രൗണ്ടിൽ സംസ്ഥാന യോഗാസന ചാമ്പ്യൻഷിപ്പ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും നടത്തിയ യോഗാസന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് വിജയിച്ച യോഗാസന ആർട്ടിസ്റ്റ് സോളോ, ആർട്ടിസ്റ്റ് പെയർ, റിതമിക് പെയർ, ഫ്രിഫോല തുടങ്ങിയ പ്രൊഫഷണൽ യോഗാസന മത്സരങ്ങളിൽ നിന്ന് വിജയിച്ച 1ഉം 2ഉം സ്ഥാനക്കാരാണ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. കുറുക്കോളി മൊയ്തീൻ MLA സമാപന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴത്തെ ഒരു പ്രത്യേകമായ തിരക്ക് പിടിച്ച ജീവിതം, വിശ്രമമില്ലാത്ത, കായികാധ്വാനമില്ലാത്ത, മാനസിക പിരിമുറുക്കങ്ങൾക്ക് അനവധി അവസരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. പഴയകാലത്ത് നമുക്കറിയാം, കൃഷി നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമായി. നമ്മൾ പൂർവികന്മാരൊക്കെ കൃഷിയെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോയിരുന്നത്. കൃഷി നമുക്ക് മാനസികമായ ഉല്ലാസവും ശാരീരികമായ കരുത്തും നൽകുന്ന ഒരു മേഖലയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് കൃഷിയൊക്കെ തുലവും കുറഞ്ഞു വന്നപ്പോൾ അധ്വാനം കുറഞ്ഞു. അതേപോലെ തന്നെ മാനസികമായിട്ടുള്ള നമ്മുടെ താല്പര്യങ്ങളെ, നമ്മുടെ സന്തോഷങ്ങളെ കെടുത്തുന്ന രംഗങ്ങളും അനവധി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഷാഫി ഹാജി കൈനിക്കർ അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ, അഡ്വക്കേറ്റ് P ബാലചന്ദ്രൻ, അൻവർ സാദത്ത് കള്ളിയത്ത്, VP സക്രിയ തുടങ്ങിയവർ സംസാരിച്ചു. കീമോ ചെയ്യുന്നവരുടെ മനോവേദനയറിഞ്ഞ് സഹോദരിമാർ മുടി മുറിച്ചു നൽകി. തിരുമാവുംകുന്ന് സ്വദേശി മേനോത്തിൽ നൌഷാദിന്റെയും മുനീറ മുംതാസിന്റെയും മക്കളായ താനിയയും തൻഹയുമാണ് ക്യാൻസറിന്റെ ദുരിതക്കടലിൽ കഴിയുന്നവരെ ഓർത്ത് മുടി മുറിച്ചു നൽകാൻ സന്നദ്ധരായത്. ക്യാൻസർ ബാധിച്ചവർ കീമോ ചെയ്യുന്നതും അതുവഴി അവരുടെ മുടി കൊഴിഞ്ഞു പോകുന്നതും കണ്ടും കേട്ടുമറിഞ്ഞ 2 സഹോദരിമാർ അവരുടെ മുടി ക്യാൻസർ രോഗികൾക്കായി മുറിച്ചു നൽകി. തിരുമാവുംകുന്ന് സ്വദേശി മേനോത്തിൽ നൌഷാദിന്റെയും മുനീറ മുംതാസിന്റെയും മക്കളായ താനിയയും തൻഹയുമാണ് ക്യാൻസറിന്റെ ദുരിതക്കടലിൽ കഴിയുന്നവരെ ഓർത്ത് മുടി മുറിച്ചു നൽകാൻ സന്നദ്ധരായത്. എടരിക്കോട് PKMH ഹൈസ്കൂളിൽ നിന്ന് SLC ഫുൾ A+ വാങ്ങി വിജയിച്ച താനിയ ഇപ്പോൾ +1 പ്രവേശനത്തിന് ശ്രമിക്കുകയാണ്. അനിയത്തി തൻഹ കുറ്റിപ്പുറം MES ക്യാമ്പസ് സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മാതാപിതാക്കളിൽ നിന്നും മറ്റും കേട്ടു മനസ്സിലാക്കി വേദന തോന്നിയ ഇവർ തൃശൂർ അമല ക്യാൻസർ സെന്റർ ആശുപത്രിയിലേക്കാണ് മുടി നൽകിയത്. എൻ്റെ മറ്റന്മാർക്കും ഇതേപോലെ ഒരു അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ കീമോതെറാപ്പി കൊടുത്തപ്പോൾ മുടിയൊക്കെ കൊഴിഞ്ഞിരുന്നു പറഞ്ഞാൽ കേട്ടിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇതിന് പ്രചോദനമായത്. ദീദി ഇങ്ങനെ മുടി ഇട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി. ആശുപത്രിയിൽ നിന്നും എത്തിയ അനീഷ് മുടി ഏറ്റുവാങ്ങി. ഓരോ മാസത്തിലും കീമോ ചെയ്ത് മുടി പൊഴിഞ്ഞ 30 പേർക്ക് വിഗുണ്ടാക്കി നൽകുന്നുണ്ടെന്നും 3 പേരുടെ മുടി വേണം ഒരു വിഗുണ്ടാക്കാനെന്നും അനീഷ് പറഞ്ഞു. സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സേവനങ്ങൾ ചെയ്യുന്ന ഉപ്പ മേനോത്തിൽ നൌഷാദിന്റെയും മറ്റു കുടുംബാംഗങ്ങളുടെയും ഒക്കെ പിന്തുണയുണ്ടെന്ന് താനിയയും തൻഹയും പറഞ്ഞു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ജില്ലാ അസോസിയേഷൻ വാർഷിക പ്രതിനിധി സംഗമം തിരൂരിൽ നടന്നു. സ്കൗട്ട് ഹാളിൽ നടന്ന പരിപാടി KN മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് തിരൂർ ജില്ലാ അസോസിയേഷൻ വാർഷിക പ്രതിനിധി സംഗമം തിരൂർ സ്കൗട്ട് ഹാളിൽ നടന്നു. സംസ്ഥാന പരിശീലന കമ്മീഷണർ KN മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു. തിരൂർ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ KP രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KP സുനിൽകുമാർ വാർഷിക റിപ്പോർട്ടും ട്രഷറർ K കൃഷ്ണകുമാർ വാർഷിക ബജറ്റും അവതരിപ്പിച്ചു. അടുത്ത 5 വർഷത്തേക്കുള്ള കർമ്മ പദ്ധതികൾ അടങ്ങിയ വിഷൻ 2021-2026 പദ്ധതികളെക്കുറിച്ച് സംഗമം ചർച്ച ചെയ്തു. ASC രാമചന്ദ്രൻ K, ASOC നൂറുൽ അമീൻ TP, DC ബാലകൃഷ്ണൻ K, DOC മനോഹരൻ നായർ, C വത്സല, KV കോമളവല്ലി, ഷൈബി പാലക്കൽ, KP വഹീദ, K രത്നാകരൻ, സയ്യിദ് മിസ്ഹാബ് തങ്ങൾ, അനൂപ് വയ്യാട്ട് എന്നിവർ സംസാരിച്ചു. ജിഹാദിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയകറ്റാൻ പാട്ടുമായി ഗായകരായ 2 യുവാക്കൾ നൌഷാദ് പറവണ്ണയും നൌഷാദ് കണ്ണൂരും ചേർന്നാണ് ആൽബം തയ്യാറാക്കിയിട്ടുള്ളത്. ഞാനും ജിഹാദി എന്ന ആൽബം ഗാനത്തിലൂടെയാണ് ഇരുവരും സമകാലിക വിഷയത്തിൽ ഏറെ വിമർശനം ഏറ്റുവാങ്ങുന്ന ജിഹാദിനെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. ഞാനും ജിഹാദിയാണ്,
നിങ്ങളും ജിഹാദിയാകും, സാത്താന്റെ ജന്മമായി എന്ന് തുടങ്ങുന്ന വരികളിലൂടെ ജിഹാദിനെ ലളിതമായി മനസ്സിലാക്കി കൊടുക്കാനാണ് ഗായകരായ നൗഷാദുമാർ ശ്രമിക്കുന്നത്. ജിഹാദ് എന്നാൽ അത് സ്വന്തം ശരീരത്തോടാണെന്ന് പാട്ടിലൂടെ ഇരുവരും വ്യക്തമാക്കുന്നു. ഞാനും ജിഹാദിയാണ്, നിങ്ങളും ജിഹാദിയാകൂ, സാത്താന്റെ ജന്മമായി വാഴാതിരിക്കാനുള്ളു കൊതിക്കൂ, പടച്ചോന്റെ മാർഗത്തിൽ പടപ്പിന്റെ നന്മക്കായി നഫ്സിനോട് പോരാടാം നമ്മൾ ജിഹാദിയാ. സൃഷ്ടാവിന്റെ മാർഗത്തിൽ സൃഷ്ടികളുടെ നന്മയ്ക്കായുള്ള പോരാട്ടമാണ് ജിഹാദ് എന്നും ആൽബത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഹിന്ദുവും ഇസ്ലാമും ക്രിസ്ത്യനുമടക്കം എല്ലാ മതങ്ങളും സ്നേഹിക്കാൻ മാത്രമാണ് പഠിപ്പിക്കുന്നതെന്നും ആൽബത്തിലെ വരികളിൽ നൗഷാദ് കണ്ണൂർ ഉദ്ബോധിപ്പിക്കുന്നു. ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യൻ വിശ്വാസം പലതുണ്ടുലകിൽ, സ്നേഹിക്കാൻ മാത്രം പഠിപ്പിച്ചു മതങ്ങളെല്ലാം. ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യൻ വിശ്വാസം പലതുണ്ടുലകിൽ, സ്നേഹിക്കാൻ മാത്രം പഠിപ്പിച്ചു മതങ്ങളെല്ലാം. പേര് കൊണ്ട് മാത്രം വിശ്വാസിയാകുന്നില്ല, പാപിയുടെ കർമ്മങ്ങൾ വിശ്വാസഗണത്തിൽ വേണ്ട. ഞാനും ജിഹാദിയാണ്, നിങ്ങളും ജിഹാദിയാകും. വർത്തമാനകാലത്ത് ജിഹാദ് എന്ന വാക്കും ഉദ്ദേശവും ആകെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുകയാണെന്ന് ഗാനമാലപിച്ച നൗഷാദ് പറവണ്ണ പറയുന്നു. സ്വന്തം ശരീരത്തോടാണ് ജിഹാദ് എന്താണ് എന്നറിയിക്കേണ്ടത്. പാട്ടിലൂടെ അത് വ്യക്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും നൗഷാദ് പറഞ്ഞു. ജിഹാദ് എന്നത് ഇന്ന് നമ്മളെ ജനങ്ങൾ മൊത്തം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഈ ജിഹാദ് എന്താണെന്ന് ഉള്ളത്, സ്വന്തം ശരീരത്തോടാണ് നമ്മൾ ജിഹാദ് എന്താണ് എന്നത് കാണിക്കേണ്ടതും അറിയിക്കേണ്ടതും. ഇത് ഒരു പാട്ടിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരുപാട് നല്ല നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച നൗഷാദ് കണ്ണൂർ, ഒരുപാട് നമുക്കൊരുപാട് പാട്ടുകൾ ഇപ്പോൾ എടുത്തു പറയേണ്ടത് മക്ക മണൽത്തട്ട്. ഇന്ന് ലോക മലയാളികൾ ഒന്നാകെ ഏറ്റെടുത്തൊരു പാട്ടാണ് മക്ക മണൽത്തട്ട്. അതുപോലെ മക്കത്തെ ജബലുകൾ, അങ്ങനെ ഒരുപാട് പാട്ടുകൾ സമ്മാനിച്ച നൗഷാദ് കണ്ണൂരാണ് ഈ ഒരു ഗാനം നമുക്ക് വേണ്ടി സമ്മാനിച്ചത്. അതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ അതിൻ്റെ വരികളിലൂടെ അറിയിക്കുന്നുണ്ട് ജിഹാദ് എന്താണെന്ന്. സത്യത്തിൽ ജിഹാദ് എന്നത് നമ്മളെ സ്വന്തം ശരീരത്തോട് കാണിക്കേണ്ടതാണ് ജിഹാദ് എന്നതാണ് എനിക്കും പറയാനുള്ളത്. ഞാനത് പാട്ടിലൂടെ പാടിയിട്ടുള്ളതും അത് തന്നെയാണ്. ഈ ഒരു ജിഹാദി ഗാനം നമ്മളെ ലോക മലയാളികൾ ഏറ്റെടുത്തു. അവർക്കൊക്കെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഇത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണം എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം യഥാർത്ഥ ജിഹാദ് എന്താണെന്നുള്ളത് ഇനിയും ആളുകൾ അറിയാത്തവരുണ്ടെങ്കിൽ അറിയട്ടെ എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇത് ഏറ്റെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയും കടപ്പാടും. ഈ പാട്ട് പാടിയ എന്ന നിലയ്ക്ക് ഞാനും ഇത് എഴുതിയ എന്ന നിലയിൽ നൗഷാദ് ഖാൻ്റെ പേരിലും ഞാൻ തന്നെ അത് ഏറ്റെടുത്തുകൊണ്ട് നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വിളകളിൽ കളകളും പഴങ്ങളിൽ പുഴുക്കളും ഉള്ളതുപോലെയാ വിരോധം വിതക്കുന്നോ. ആൽബം ഗാനങ്ങളിലൂടെ സുപരിചിതനായ നൗഷാദ് കണ്ണൂരാണ് പാട്ടിന്റെ വരികൾ എഴുതിയതും സംഗീതം നൽകി ചിട്ടപ്പെടുത്തിയതും. തിരൂർ പറവണ്ണ സ്വദേശി നൗഷാദ് പറവണ്ണയാണ് ഗാനം ആലപിച്ചിട്ടുള്ളത്. സ്വാർത്ഥലാഭത്തിനായി ഓടുന്നവരാകരുത് നാം, സ്വരച്ചേർച്ച ഇല്ലാതാക്കി പാഴാക്കരുതീ ജന്മം. ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ മലിനജലം കിണറ്റിലേക്ക് ഒഴുക്കിവിടുന്നതായി നാട്ടുകാരുടെ പരാതി. ഇതുമൂലം പ്രദേശത്തെ ശുദ്ധജല സ്രോതസ്സുകൾ മലിനമായി കുടിവെള്ളം മുടങ്ങുന്നതായും നാട്ടുകാർ പരാതിപ്പെട്ടു. ആശുപത്രി പരിസരത്തെ 200ഓളം കുടുംബങ്ങളാണ് കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുന്നത്. വെള്ളം വെള്ളം സർവത്ര, തുള്ളി കുടിപ്പാനില്ലത്ര എന്ന് പഴഞ്ചൊല്ല് ആരും കേൾക്കാത്തതായി ഉണ്ടാവില്ല. അക്ഷരാർത്ഥത്തിൽ ഇതേ അവസ്ഥയാണ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി പരിസരത്തെ 200ഓളം കുടുംബങ്ങളുടേത്. കുടിവെള്ളത്തിന് കിണറുണ്ടായിട്ടും കുടിക്കാൻ വെള്ളം പണം കൊടുത്തു വാങ്ങേണ്ട ഗതികേട്. നഗരസഭയിലെ 34-ാം ഡിവിഷനിൽ ഉൾപ്പെട്ട കൊടിഞ്ഞി റോഡ് മുതൽ മസ്ജിദ് റോഡിലെ അവസാന ഭാഗം വരെ ഏകദേശം 500 മീറ്റർ ദൂരപരിധിയിൽ താമസിക്കുന്നവർക്കാണ് ഈ ദുരവസ്ഥയുള്ളത്. ആശുപത്രിയിൽ നിന്നുള്ള മലിനജലം കിണറിലേക്ക് എത്തുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. തിരുവനന്തപുരം ഗവൺമെൻറ് ആശുപത്രിൻ്റെ ഡയാലിസിസ് സെൻ്റർ നേരെ ബാക്കിൽ വെള്ളം കെട്ടിക്കിടന്നത് കൊതുകൾ കിടന്ന് തിളക്കുകയാണ്. 6 വർഷമായിട്ട് കിണറ്റിലെ വെള്ളം മലിനായി കിടക്കുകയാണ്. 200ഓളം വീടുകളുണ്ടെന്ന് ഈ ഒരു വെള്ളം കാരണം
ബുദ്ധിമുട്ടുന്ന ജനങ്ങളുണ്ട്. കിണറ്റിലെ വെള്ളത്തിന് അതിരൂക്ഷമായ ദുർഗന്ധവും രുചി വ്യത്യാസവും അനുഭവപ്പെടുന്നുണ്ട്. ഏതാണ്ട് കഴിഞ്ഞ 5 കൊല്ലത്തോളമായി ഇവിടുത്തുകാർ ഈ ദുരവസ്ഥ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. നേരത്തെ ആശുപത്രിക്ക് തൊട്ടടുത്തുള്ള 30ഓളം കുടുംബങ്ങൾക്ക് മാത്രമാണ് പ്രശ്നമുണ്ടായിരുന്നത്. എന്നാൽ വൈകാതെ സ്ഥിതി മാറി ഗുരുതരമാകാൻ തുടങ്ങി. പരിസരത്തെ മറ്റു വീടുകളിലേക്കും ഇതേ പ്രശ്നം വ്യാപിച്ചതോടെ പ്രശ്നം സങ്കീർണമായി. ആശുപത്രി അധികൃതരോട് പരാതി പറഞ്ഞെങ്കിലും ഗൗനിക്കുക പോലും ചെയ്തില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. 34 ഡിവിഷനിലെ ആൾക്കാരാണ് ഞങ്ങൾ. ഒരു 10-200ഓളം വീടുണ്ട്. 6 വർഷമായിട്ട് വെള്ളം കിണറ്റിലെ വെള്ളം തീരെ കുടിക്കാൻ വയ്യ. ഭയങ്കര പ്രശ്നമാണ്. ആരോഗ്യവകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. അതേമാതിരി തന്നെ മുനിസിപ്പാലിറ്റിയിലും അറിയിച്ചിട്ടുണ്ട്. അവരും ഒരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അതിനൊരു പരിഹാരം കാണണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുന്നു. കുടിക്കാൻ വെള്ളം പണം കൊടുത്ത് വാങ്ങുകയാണ് ഇവിടുത്തുകാർ ചെയ്യുന്നത്. ചിലരാകട്ടെ കൂടുതൽ പണം മുടക്കി ജലം ശുദ്ധീകരിക്കുന്ന ഉപകരണവും വാങ്ങിവെച്ചിട്ടുമുണ്ട്. ഇതിനെല്ലാം പുറമെ ആശുപത്രിയിലെ മലിനജലം പൊതുസ്ഥലത്ത് കെട്ടിക്കിടന്ന് കൊതുക് വളർത്ത കേന്ദ്രങ്ങളാകുന്നതായും നാട്ടുകാർ പരാതിപ്പെടുന്നു. നാട്ടുകാരുടെ പ്രതിഷേധത്തിനൊടുവിൽ കഴിഞ്ഞ നഗരസഭാ ഭരണസമിതി കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കാൻ അനുമതി നൽകുകയും 50 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നെങ്കിലും മറ്റു നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. തിരുപ്പൂങ്ങോട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും മാലിന്യം പുറന്തള്ളുന്നതായി പരാതി. ആശുപത്രി കോമ്പൗണ്ടിലെ വേസ്റ്റ് ടാങ്കിൽ നിന്നുള്ള മലിനജലം പരിസരത്തെ കടകളിലേക്കാണ് ഒഴുകിയെത്തുന്നത്. നഗരസഭ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ആശുപത്രി അധികൃതർക്ക് നോട്ടീസ് നൽകി. പൂങ്ങോട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രി പരിസരത്തെ വേസ്റ്റ് ടാങ്കിൽ നിന്നുള്ള മാലിന്യം നിറഞ്ഞ വെള്ളമാണ് സമീപത്തെ 10ഓളം കടകൾക്കുള്ളിലേക്ക് ഒഴുകിയെത്തിയത്. ദുർഗന്ധം വമിച്ചതോടെ സമീപത്തെ മെഡിക്കൽ ഷോപ്പ് അടക്കം മിക്ക കടകളും അടച്ചിടേണ്ടി വന്നു. കാലങ്ങളായി ഹോസ്പിറ്റലിൽ നിന്ന് മാലിന്യജലം പുറത്തോട്ട് ഒഴുകി വന്നിട്ട് കടൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. വളരെ വാസനയുള്ളൊരു വെള്ളം കൂടിയാണ് വരുന്നത്. അവരവിടെ കട്ടർ തുറന്നു വിട്ടത് എന്താണെന്നൊന്നും അറിയുന്നില്ല. അവരോട് പല പ്രാവശ്യം പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അവരിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എന്ന് പറയാമെന്നല്ല അവരിതുവരെ യാതൊരു നടപടി എടുത്തില്ല. ഇതിൻ്റെ കുറേ മുമ്പ് മുനിസിപ്പാലിറ്റി പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആൾ വന്ന് അവിടുന്ന് ആയിക്കോട്ടെ ഞങ്ങളിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോയിട്ട് ഇപ്പം ഇന്നും അവിടുന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താവും എന്നുള്ള അറിയില്ല. അവരോട് പറയുമ്പോൾ അവർ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരാം, 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പോൾ മാസങ്ങളോളമായി ഇപ്പോൾ ഈ പരിപാടി. കഴിഞ്ഞ വർഷം ഇതേമാതിരി ഉണ്ടായിരുന്നു, അതിൻ്റെ മുമ്പിലത്തെ വർഷം ഉണ്ടായിരുന്നു. ഉണ്ടാകുമ്പോഴൊക്കെ അവരോട് പോയി പറയും. മഴക്കാലം വരുമ്പോൾ പിന്നെ ആൾക്കാർ ഇവിടുന്ന് പോയതിന് കടക്കാരൊക്കെ അടച്ചതിൻ്റെ ദിവസം ഈ ഓവുചാലിലേക്ക് വെള്ളം അവർ തുറന്നു വിടുന്നുണ്ട്. ഇത് ഇന്നൊന്നും തുടങ്ങിയല്ല, കുറേ മുമ്പ് തന്നെ തുടങ്ങി. നമ്മൾ ഇതിന് ഇൻഫോം ചെയ്തിട്ട് അവർ ഓഫീസർമാർ വന്ന് അവർ ഇതിന് വേണ്ടുന്ന നടപടിയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. പിന്നീട് അതിന് യാതൊരു ഇതും ഉണ്ടായിട്ടില്ല. പ്രദേശവാസികളും കടക്കാരും പ്രതിഷേധിച്ചതോടെ നഗരസഭ ആരോഗ്യവകുപ്പ് ജീവനക്കാർ ആശുപത്രി സന്ദർശിച്ച് നോട്ടീസ് നൽകി. ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്യാംകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഹെൽത്ത് സ്ക്വാഡിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആശുപത്രിയിലെത്തി നോട്ടീസ് നൽകിയത്. ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതിനാവശ്യമായ നടപടി ഉണ്ടാകുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു. കുട്ടികളിലെ മാനസികാരോഗ്യം നിലനിർത്തുന്നതിനായി പൊറൂർ LP സ്കൂളിൽ ആരംഭിച്ച കായിക പരിശീലന പദ്ധതിക്ക് മികച്ച പിന്തുണ. കഴിഞ്ഞ ഓഗസ്റ്റ് 29-ന് ഇന്ത്യൻ ഹോക്കി താരം പത്മശ്രീ PR ശ്രീജേഷ് ഉദ്ഘാടനം ചെയ്ത ഈ പദ്ധതി വളരെ ആവേശപൂർവ്വം ഏറ്റെടുത്തിരിക്കുകയാണ് കുരുന്നുകളും രക്ഷിതാക്കളും. COVID-19 പശ്ചാത്തലത്തിൽ വീടുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്തുന്നതിന് എനർജി 2021 പദ്ധതിയിലൂടെ പൊറൂർ LP സ്കൂളിൽ കായിക പരിശീലനം തുടരുകയാണ്. കുട്ടികളിലെ കായിക ശേഷി വർദ്ധിപ്പിക്കാനും ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും ഈ കായിക പരിശീലന പദ്ധതിയിലൂടെ സാധിക്കുന്നുണ്ട്. വ്യായാമം ഒരു ശീലമാക്കുക, അതുവഴി കുട്ടികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക, കുട്ടികളിൽ നിലനിൽക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ ഇല്ലാതാക്കുക എന്നിവയാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. 2021 ഓഗസ്റ്റ് 21-ന് ഇന്ത്യൻ ഹോക്കി താരം പത്മശ്രീ PR ശ്രീജേഷ് ഉദ്ഘാടനം ചെയ്ത ഈ പദ്ധതി വളരെ ആവേശപൂർവ്വമാണ് രക്ഷിതാക്കളും കുട്ടികളും ഏറ്റെടുത്തിരിക്കുന്നത്. പ്രീ പ്രൈമറി മുതൽ 4 വരെയുള്ള ക്ലാസുകളിലെ മുഴുവൻ കുട്ടികളും ഈ പദ്ധതി മുഖേന ദിവസം തോറും വ്യായാമം ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനർ സാജിദയാണ് ആഴ്ചതോറും പരിശീലനം നൽകുന്നത്. തലക്കാട് പൂക്കൈത കാവ് ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി പൂജാതി കർമ്മങ്ങൾ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മുത്തേടത്ത് മനക്കൽ ഗോവിന്ദൻ നമ്പൂതിരി, കരേക്കാട് പരമേശ്വരൻ നമ്പൂതിരി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കർമ്മങ്ങൾ നടന്നത്. ഉഗ്ര നരസിംഹ ട്രസ്റ്റിന്റെ സഹായത്തോടെ ക്ഷേത്ര പുനർനിർമ്മാണം നടത്തുന്ന തലക്കാട് കാവ് പൂക്കൈത ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി സർപ്പബലി, ചക്രാബ്ജ പൂജ, സുദർശന ഹോമം തുടങ്ങിയ പൂജാതി കർമ്മങ്ങൾ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മുത്തേടത്ത് മനക്കൽ ഗോവിന്ദൻ നമ്പൂതിരി, കാരക്കാട് പരമേശ്വരൻ നമ്പൂതിരി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ക്ഷേത്ര ഊരാളൻ കൊടിയേരി മനക്കൽ നീലകണ്ഠ നമ്പൂതിരി, തിരൂർ ദിനേശ്, പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് ജനാർദ്ദനൻ, സെക്രട്ടറി NP ശ്രീജേഷ്, സുനിൽ PV തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. കേരളത്തിൽ ആശ്വാസത്തിന്റെ കോവിഡ് കണക്കുകൾ തുടരുന്നു. 10,691 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 81,914 സാമ്പിളുകളാണ് പരിശോധിച്ചത്.
കേരളത്തിൽ 10,691 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 1,639 രോഗികളുള്ള എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ രോഗികൾ. 155 രോഗികളുള്ള കാസർഗോഡാണ് രോഗബാധിതരുടെ എണ്ണത്തിൽ ഏറ്റവും പുറകിലുള്ളത്. 24 മണിക്കൂറിനിടെ 81,914 സാമ്പിളുകൾ പരിശോധിച്ചു. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 10 മുകളിലുള്ള 227 തദ്ദേശ വാർഡുകളാണുള്ളത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 3,61,495 പേർ ഇപ്പോൾ നിരീക്ഷണത്തിലുണ്ട്. 3,48,741 പേർ വീടുകളിലോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനുകളിലോ നിരീക്ഷണത്തിലാണ്. 12,752 പേരാണ് ആശുപത്രികളിലുള്ളത്. 799 പേരെ പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ 1,10,083 കോവിഡ് കേസുകളിൽ 10.1% വ്യക്തികൾ മാത്രമാണ് ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. 85 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 26,258 ഞായറാഴ്ച രോഗം സ്ഥിരീകരിച്ചവരിൽ 50 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയവരാണ്. 10,196 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 393 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 52 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. 12,655 പേർ രോഗമുക്തരായി. ഇതോടെ 46,56,866 പേരാണ് ഇതുവരെ രോഗമുക്തി നേടിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ട്. 657 പേർക്ക് രോഗം ബാധിച്ചു. 8.18% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 996 പേരാണ് രോഗമുക്തരായത്. മലപ്പുറം ജില്ലയിൽ ഞായറാഴ്ച ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന 2 പേർക്കുൾപ്പെടെ 687 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 8.18% ഞായറാഴ്ചയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 671 പേർക്ക് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും ഒരാൾക്ക് ഉറവിടമറിയാതെയും രോഗം ബാധിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 13 പേരും രോഗബാധിതരായി. 996 പേരാണ് ഞായറാഴ്ച മാത്രം രോഗമുക്തരായത്. ഇതോടെ ജില്ലയിലാകെ രോഗമുക്തരായവരുടെ എണ്ണം 5,46,736 39,719 പേരാണ് ജില്ലയിൽ നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 9,127 പേർ വിവിധ കേന്ദ്രങ്ങളിലായി ചികിത്സയിൽ കഴിയുകയാണ്. കോവിഡ് പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളായ ആശുപത്രികളിൽ 691 പേരും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 87 പേരും 59 പേർ സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലുമാണ്. DCCകളിൽ 23 പേരും ശേഷിക്കുന്നവർ വീടുകളിലുമായും നിരീക്ഷണത്തിൽ കഴിയുന്നു. വിശ്വസേവാഭാരതിയുടെ തലചായ്ക്കാനൊരിടം പദ്ധതിയിൽ മുത്തൂർ സ്വദേശി തലപ്പള്ളിപ്പടി അശോക് കുമാറിന് വീടൊരുങ്ങുന്നു. കട്ടിലവെക്കൽ കർമ്മം കെ ചാരു നിർവഹിച്ചു. വിശ്വസേവാഭാരതിയുടെ തലചായ്ക്കാനൊരിടം പദ്ധതിയുടെ ഭാഗമായാണ് തിരൂർ വിശ്വസേവാ സമിതിയുടെ നേതൃത്വത്തിൽ മുത്തൂർ അമ്പാടി നഗറിലെ തലപ്പള്ളിപ്പടി അശോക് കുമാറിന് വീട് നിർമ്മിക്കുന്നത്. വീടിന്റെ കട്ടിലവെക്കൽ കർമ്മം വിഭാഗ് സംഘചാലക് കെ ചാരു നിർവഹിച്ചു. വിഭാഗ് കാര്യവാഹക് വിശ്വനാഥ്, ജില്ലാ സഹസേവാ പ്രമുഖ് ജയരാജ്, വിശ്വസേവാഭാരതി അംഗം ഗിരീഷ് ബാബു, തിരൂർ ജില്ലാ സേവാഭാരതി വൈസ് പ്രസിഡന്റ് ബാബു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നിർധരായ കിടപ്പ് രോഗികൾക്ക് വിശ്വസേവാഭാരതി ചെയ്തുവരുന്ന തലചായ്ക്കാനൊരിടം പരിപാടിയിൽ മുത്തൂരിലെ പൗരപ്രമുഖരും നാട്ടുകാരും സന്നദ്ധ സേവകരായി പങ്കെടുത്തു. ബഡ്സ് സ്കൂൾ കുട്ടികൾക്കായി നടത്തിയ ഓണാഘോഷ മത്സരത്തിൽ ജില്ലാ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് തിരൂർ ബഡ്സ് സ്കൂളിന്. സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനവും തിരൂർ സ്കൂൾ കരസ്ഥമാക്കി. ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ ജില്ലാതല ഓണാഘോഷ മത്സരത്തിലാണ് തിരൂർ നഗരസഭ ബഡ്സ് സ്കൂൾ ഓവറോൾ കിരീടം നേടി 1ാം സ്ഥാനത്തെത്തിയത്. സംസ്ഥാന തലത്തിൽ തന്നെ 2ാം സ്ഥാനവും തിരൂർ നഗരസഭ ബഡ്സ് സ്കൂളിനാണ്. 2021 ഓഗസ്റ്റ് മാസത്തിലാണ് കുടുംബശ്രീ മിഷൻ ഓണപ്പുലരി 2021 എന്ന പേരിൽ ഓണാഘോഷ ിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമായിട്ടായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. 5 വിദ്യാർത്ഥികളുടെ മികവുറ്റ പ്രകടനമാണ് തിരൂർ നഗരസഭ ബഡ്സ് സ്കൂളിന് ജില്ലാതലത്തിൽ 1ാം സ്ഥാനവും സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനവും നേടിക്കൊടുത്തത്. ഹന്ന ജൗഹറ, അവിനാഷ് BS, സുൽഫത്ത് M, ജിനോയ്, അസ്ലഹ് റഹ്മാൻ T എന്നീ വിദ്യാർത്ഥികളാണ് നഗരസഭ ബഡ്സ് സ്കൂളിന് ഓവറോൾ നേടാൻ സഹായകമായ അഭിമാന താരങ്ങൾ. മലപ്പുറം കുടുംബശ്രീ മിഷൻ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ജില്ലാ മിഷൻ കോർഡിനേറ്ററിൽ നിന്നും തിരൂർ നഗരസഭ ബഡ്സ് സ്കൂൾ ഹെഡ് മിസ്ട്രസ് സർട്ടിഫിക്കറ്റും മൊമെന്റോയും ഏറ്റുവാങ്ങി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 16 ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായി വൃദ്ധനെ അറസ്റ്റ് ചെയ്തു. തിരുരങ്ങാടി സ്വദേശി കാസിമാണ് പിടിയിലായത്. 500, 2000 രൂപ നോട്ടുകളുടെ കെട്ടുകളായാണ് പണം ഒളിപ്പിച്ചിരുന്നത്. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരും. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിങ്കളാഴ്ച മുതൽ 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരൂരിൽ 3 ദിവസമായി നടന്നുവന്ന സംസ്ഥാന യോഗ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. സംസ്ഥാന യോഗ ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ ജില്ല 1ാമത്. കണ്ണൂർ, മലപ്പുറം ജില്ലകൾ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി. തിരുവങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ മലിനജലം കിണറ്റിലേക്ക് ഒഴുക്കിവിടുന്നതായി നാട്ടുകാരുടെ പരാതി. ഇതുമൂലം നാട്ടിലെ ശുദ്ധജല സ്രോതസ്സുകൾ മലിനമായി കുടിവെള്ളം മുടങ്ങുന്നതായും നാട്ടുകാർ.
തിരുപ്പൂങ്ങോട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നുള്ള മാലിന്യം പുറന്തള്ളുന്നതായി പരാതി. ആശുപത്രി കോമ്പൗണ്ടിലെ വേസ്റ്റ് ടാങ്കിൽ നിന്നുള്ള മലിനജലം പരിസരത്തെ 10ഓളം കടകളിലേക്ക് ഒഴുകിയെത്തി. കേരളത്തിൽ ആശ്വാസത്തിന്റെ കോവിഡ് കണക്കുകൾ തുടരുന്നു. 10,691 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.